എറണാകുളം നോർത്ത് പാലത്തിന് സമീപം തീപിടുത്തം. ഫർണിച്ചർ കടയ്ക്കാണ് പുലർച്ചെ തീപിടിച്ചത്. 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല. മണിയായിട്ടുണ്ട്. ആരെങ്കിലും മോഷണ ശ്രമത്തിന് കയറിയേക്കണേണ്. വേറെ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് രാത്രി 10:30 കട അടച്ചത്. ആയിരിക്കും. ഇതിനു മുമ്പ് 2-3 മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ബാക്ക് വഴി കയറിയിട്ടുണ്ടാവും. ഷീറ്റ് പൊളിച്ചിട്ടൊക്കെ കയറാറുണ്ട് ഇവിടെ. അപ്പം അവര് അന്ന് കുറച്ച് പൈസയും പോയായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ പോയായിരുന്നു അന്ന്. എൻ്റെ കയ്യിൽ ഫർണിച്ചർ, ഓഫീസ് ഫർണിച്ചർ, റിവോൾവിംഗ് ചെയർസ്, ടേബിള്, അലമാരികൾ എല്ലാം ഉണ്ട്. പുതിയതും പഴയതും എല്ലാം ഉണ്ട്. മോഷണ ശ്രമത്തിന് കയറിയവർ എന്തെങ്കിലും ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുകയോ വല്ല സിഗരറ്റ് വലിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തീ പഴഞ്ഞപ്പോൾ അവർ ഓടി മാറിയിട്ടുണ്ടാവും. അങ്ങനെ ആകാനേ വഴിയുള്ളൂ. സാറിന് ഞാനൊരു 8:30-9 മണിക്കുള്ള കൂട്ടറാണ്. ഇന്നലെ ഞാൻ 10:30 മണിയാണ്. ഞാൻ 9 മണിക്കാണ് വന്ന് തുറന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 10 മണിക്ക് അടച്ച് ഞാൻ പോയായിരുന്നു. ഇന്നലെ മുടക്കായിരുന്നു, സൺഡേ ആണല്ലോ. ക്യാമറ ഇപ്പോൾ വെള്ളം കയറി മഴയത്ത് പോയിരിക്കുന്നു. ഡാനി പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, എത്രത്തോളം വലിയൊരു തീപിടുത്തമാണ്, അപകടമാണ് സംഭവിച്ചത്? ആര്യ, തീപിടുത്തം അവിടെ ഫർണിച്ചർ ഷോപ്പിനാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഇതിന് തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഒരു അപകടാവസ്ഥ പറയുക, ഇതിന് തൊട്ടപ്പുറം എതിർഭാഗത്താണ് ഒരു പെട്രോൾ ബങ്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കടയുടെ 2 വശങ്ങളിലും ഇടതും വലതും വശമായിട്ട് 2 പെട്രോൾ ബങ്കുകൾ കൂടിയുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. അവിടേക്ക് കടക്കാതെ, ആ രീതിയിലേക്കൊന്നും പോകാതെ വലിയ അപകട സാധ്യത ഉയർത്തിയ ഒരു തീപിടുത്തമായിരുന്നു ഉണ്ടായത്. ഒരു ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചു. അത് 7 യൂണിറ്റ് ഫയർഫോഴ്സ് 7 യൂണിറ്റുകൾ എത്തി അണച്ചു എന്നതിനേക്കാൾ അപ്പുറം ഉള്ള ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ തന്നെയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡിൽ തൊട്ടപ്പുറത്ത് 3 പെട്രോൾ ബങ്കുകളാണ് ഇതിന് സമീപത്തായിട്ടുള്ളത്. ഒരു 10 മീറ്റർ പോലും ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവരുടെ ഒരു അശ്രാന്ത പരിശ്രമം അത് എടുത്ത് പറയേണ്ടതാണ്. 7 യൂണിറ്റുകൾ എത്തി അത് ഈ നിയന്ത്രണ വിധേയമാക്കുക. ഇന്ന് 3 മണിയോടുകൂടിയാണ്, പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അതിനുശേഷം ഇവിടേക്ക് ഫയർഫോഴ്സ് യൂണിറ്റ്, നഗരത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ നിന്നെല്ലാം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലേക്ക് അവർ കടന്നു പോവുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഇവരുടെ ഒരു നിരന്തരമായ ഒരു പരിശ്രമവും ഇടപെടലും കൊണ്ട് മാത്രമാണ് തീ അണയ്ക്കാൻ വേണ്ടി എല്ലാം തന്നെ സാധിച്ചത്. സാർ, പൂർണ്ണമായും തന്നെ തീ അണച്ചു എന്ന് പറയുന്നത്? പൂർണ്ണമായിട്ടും തീ അണച്ചിട്ടുണ്ട്. വലിയ അപകട സാധ്യതയുള്ള കാര്യം, ചുറ്റും പെട്രോൾ ബങ്കുകൾ. അത് തന്നെ വലിയ അപകട സാധ്യതയുള്ള ഒരു തീപിടുത്തം തന്നെ ആയിരുന്നു. അതായത് വിവിധ നിലയങ്ങളിൽ നിന്നും ഏകദേശം 50ഓളം ജീവനക്കാർ മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചത്. എന്തെങ്കിലും അനുമാനം ഉണ്ടോ? അതിൻ്റെ ഓണർ പറഞ്ഞത്, അതായത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നും അനുമാനിക്കാൻ സാധിക്കുന്നത് ഇനി അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. വലിയൊരു അപകടമാണ് ഒഴിവാക്കിയിട്ടും. തീർച്ചയായിട്ടും. അതായത് 2 പെട്രോൾ പമ്പ്, ഹോട്ടൽ സമുച്ചയം, ബാക്കിൽ കെട്ടിടങ്ങൾ, ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു. ഏകദേശം 5 യൂണിറ്റ്, 5 സ്റ്റേഷൻ, 8 യൂണിറ്റോളം വർക്ക് ചെയ്തിട്ടുണ്ട്. നിരന്തരമായിട്ട് വണ്ടി വെള്ളം റീഫിൽ ചെയ്തുകൊണ്ടായിരുന്നു വർക്ക് ചെയ്തത്. ആര്യ, ഇതാണ് ഈ നിൽക്കുന്ന സത്യത്തിൽ ഒരു വലിയ അപകടത്തിൽ നിന്ന് കൊച്ചി നഗരത്തെ കാക്കുകയായിരുന്നു. ഈ നിൽക്കുന്ന യൂണിറ്റുകളെല്ലാം തന്നെയും അവർ നിരന്തരമായ ഇന്ന് പുലർച്ചെ മുതൽ 3 മണി മുതൽ തുടങ്ങിയ അവരുടെ ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ വിവിധ യൂണിറ്റുകളെത്തി വെള്ളം ഫില്ല് ചെയ്ത ഈ ചുറ്റുപാടും നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അത് നിയന്ത്രിക്കാൻ സാധിച്ചു എന്നത് വലിയ നേട്ടം തന്നെയാണ്. ചുറ്റുപാട് 3 പെട്രോൾ ബങ്കുകൾ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനങ്ങളുള്ളപ്പോൾ നേരത്തെ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞതുപോലെ ഒരു മോഷണ ശ്രമത്തിനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇത് ഫർണിച്ചർ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഓഫീസ് ഫർണിച്ചറുകൾ, അവർ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറുകൾ എടുത്ത് അത് ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് അത് വിൽക്കുന്ന വിൽക്കുന്ന ഒരു കടയാണ്. വലിയ രീതിയിലുള്ള സംഭരണവും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അത്തരം ഫർണിച്ചറുകളുടെ സംഭരണവും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്.
ഇപ്പോഴും ഇവിടെ തീ പടരുന്നു. ചുറ്റുപറ്റത്തുള്ള കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളിലേക്ക് എല്ലാം വളരെ തൊട്ടടുത്താണ് കെട്ടിടങ്ങളുള്ളത്. അതിനപ്പുറത്തൊരു ഹോട്ടലെല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടേക്കെല്ലാം തീ പടരുന്നതിന് മുൻപ് തന്നെ കെടുത്താനായിട്ട് സാധിച്ചു. ഇപ്പോഴും അതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ ഫർണിച്ചറുകൾ, സോഫ, അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും ഉണ്ട്, അസംസ്കൃത വസ്തുക്കളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തീ പടരുന്നത് അത് ഒഴിവാക്കിയെങ്കിലും അതിൻ്റെ പൂർണ്ണമായും അത് കെടുത്തുക എന്നൊരു ദൗത്യം കൂടി ബാക്കിയുണ്ട്. അതിങ്ങനെ പുകച്ചുരുളുകളായിട്ട് ഇവിടെ എല്ലാം ഉണ്ട്. ചുറ്റുപാടുകളിലെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ അത് പൂർണ്ണമായും കെടുത്തുക എന്ന ഒരു ഉദ്യമത്തിലാണ് അകത്ത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ, അവരെ അഗ്നിരക്ഷാ സേനാംഗങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഈ സ്ഥിതിയിൽ നമുക്ക് പറയാൻ കഴിയുക. നഗരമധ്യത്തിൽ അത് ചുറ്റുപാടും ഒന്നല്ല 3 പെട്രോൾ ബങ്കുകളാണ് ചുറ്റുപാടുമുള്ളത്. അതായത് നേരെ എതിരെയുള്ളതും പെട്രോൾ ബങ്ക് തന്നെയാണ്. അങ്ങനെ ഒരുപക്ഷെ ആ ഇടപെടലുകൾ, അഗ്നിരക്ഷാ സേനയുടെ ഇടപെടലുകളെല്ലാം തന്നെ വൈകിയായിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്കെല്ലാം തന്നെ പോകുമായിരുന്നു. പക്ഷേ വളരെ ചടുലമായി അവർ ഇതിലേക്ക് ഇടപെടുകയും മുഴുവൻ യൂണിറ്റുകളും ഇവിടെ നിന്ന് പ്രവർത്തിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇപ്പോൾ നഗരം സജീവമായി വരുന്ന ഒരു സമയമാണ്. കൂടുതൽ വാഹനങ്ങൾ ഇതിലേക്ക് വരുന്ന സമയമാണ്. മുഖ്യനിരത്തായതുകൊണ്ട് ഇവിടെ ഒരു ഗതാഗത ക്ലേശവും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ ഇത് പൂർണ്ണമായും തീ നിയന്ത്രിച്ചതിന് ശേഷം റോഡ് പൂർണ്ണമായും തന്നെ തുറന്നു കൊടുക്കും. ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ഈ കൊച്ചി നഗരം രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഒറ്റ വാക്കിൽ നമുക്കത് പറയാനാവുക. പലപ്പോഴും ഈ രീതിയിലുള്ള നേരത്തെയും ഈ പാഴ്വസ്തുക്കൾ വിൽക്കുന്ന സംഭരണ കേന്ദ്രങ്ങൾ, അവിടങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് വലിയ ഭീഷണി ഉയർത്താറുണ്ട്. പക്ഷേ ഇത്രയും ഒരു അപകട സാധ്യത ചുറ്റുപാടുകൾ അതിലേക്ക് എത്തിച്ചിട്ടില്ല. ഇതേതായാലും നല്ല ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ അത് നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിഞ്ഞത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എറണാകുളം നോർത്ത് പാലത്തിന് സമീപത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്, ഫർണിച്ചർ കടയിൽ. ഡാനി സൂചിപ്പിച്ചതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തൊട്ടടുത്ത് തന്നെ 3 പെട്രോൾ പമ്പുകളാണ് ഉള്ളത്. അപ്പോൾ അതിന് സമീപത്തായി ഇത്തരത്തിൽ വലിയൊരു ഫർണിച്ചർ കടയ്ക്ക് തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കിയേക്കാമായിരുന്ന വലിയ ദുരന്തം അത് കൃത്യമായ ഇടപെടലിലൂടെ പരിഹരിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും ആശ്വാസകരം. ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്.